പുണ്യക്കാരെ ഇവിടെ പെരുന്നാക്കുള്ള പടക്കം തന്നെ വാങ്ങിയില്ല. അപ്പൊ ഇതിന് വിഷുവിനുള്ള പടക്കം വാങ്ങി പൊട്ടിച്ചു തുടങ്ങിയോ? എവിടുന്നാണ് ഇപ്പൊ ഈ പൊട്ടിച്ചത്? അപ്പൊ ഉസുരം മുടി പറഞ്ഞ സാധനമാണ്. ആ ഒത്തുങ്ങനെ പോയിരിക്കല്ല. പെരുന്നാളിന്റെ പടക്കൽ ആദ്യം പൊട്ടിച്ച വിഷുവിനുള്ള പടക്കപ്പം തന്നെ കൊടുത്ത് പൊട്ടിച്ചല. ഞാൻ ചവിട്ടിയാണല്ലോ. ഞാൻ പൊട്ടി കഴിഞ്ഞില്ലാന്നാണ് വിചാരിച്ചത്. എന്ന് വെച്ച് പടക്കം പൊട്ടിച്ചാൽ ഇന്നെ വിളിച്ചാലോ. എവിടുന്നായിരിക്കും പെട്ടെന്ന് ഒരു ധൈര്യം കിട്ടിയത്? എനിക്കൊന്ന് പൊട്ടിക്കാൻ തോന്നുമ്പോ ഞാൻ പൊട്ടിക്കും. വേണമെങ്കിൽ ഒന്ന് ഞെട്ടിക്കാൻ തോന്നുമ്പോ അലത്തുച്ച് അത്ര ധൈര്യം ഉണ്ട്. ആ പനുട്ടിയാണ് ഇതൊന്ന് പൊട്ടിച്ചു. ഇതിന്റെ രണ്ട് ഭാഗത്താ ഇങ്ങനെ നിക്കണോണ്ട് ഇതിന്റെ ശുക്ലം ചെരിഞ്ഞിരിക്കുക. അപ്പൊ ഈ സമയത്ത് പൊട്ടിക്കാൻ പാടില്ല. നോമിനൽ ഇത് പൊട്ടിച്ചാൻ പേടിയുള്ളൂ. നോമ്പിരിച്ചത് പൊട്ടിച്ചാൻ പേടില്ല. അതങ്ങനെയാണ് ഇതിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കുക. വാ കാണിച്ചു തരാം. വലിയൊരു 3 കിലോമീറ്ററിന്റെ പാറ ഒരു ഒറ്റ വെടിക്കണ അമർത്തിയ മനസ്സിലാ ഞാൻ. പിന്നെ ഈ അടക്ക കിട്ടിയ ഈ സാധനം പറഞ്ഞു വരുമ്പോ വലിയ ഗുണ്ടാണത്. എന്തൊക്കെ മാറിക്കോളൂ. എന്റെ ടാങ്കിക്കാ താൻ എന്റെ കക്കൂസിന്റെ ഉള്ളിൽ കയറി ചെറുതായിട്ടൊന്ന് പാളി. എന്തായി? വാ കാണിച്ചു തരാം. എന്തായി? കരിഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് മാറി. ഗുണ്ടിന്റെ പതിൽ ലൈറ്റ്സ് വെച്ചിട്ട് അടച്ചു. അപ്പൊ എവിടുന്ന് പടക്കം വാങ്ങി? പടക്കക്കടയുണ്ട്. വെറ്റിലടക്ക വരെ കഴിയുന്നു. പടക്കക്കടീന്ന് വാങ്ങി. മുന്നത്തൊന്നും പൊട്ടാത്ത വലിയ ഭാഗ്യം. അപ്പൊ അന്റെ മുണ്ടൊക്കെ കത്തി കഴിഞ്ഞു. ആ ഭാഗത്തിന് എന്റെ തുണിക്കൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് മുന്നത്തെ പടക്കക്കടീക്കൊക്കെ പോയി അവിടെ തന്നെ വാങ്ങാം. അതാണല്ലേ. എവിടെയാ കുക്കർ ഓഫാക്കിയിട മറ്റേ ഈയും പൊട്ടും.